അപ്പം മച്ചാമാരെ 1/6/2025 ഇന്ന് ഞായറാഴ്ച കേട്ടോ. അപ്പം നമ്മളിന്ന് ഞായറാഴ്ച നമ്മളെ തെരുവിലെ പട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ പോവാണ്. അപ്പം ഇന്ന് നമ്മൾ പാലക്കാട് മുതൽ തൃശ്ശൂർ ടൗൺ വരെയാണ് നമ്മളിന്ന് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അതേപോലെ നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ യൂട്യൂബിലെ നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ളൊരു പയ്യന് സ്ഥിരമായി നമ്മുടെ ചാനൽ കാണുന്ന ഒരു പയ്യനാണ് കേട്ടോ. അപ്പോൾ ഡാഷിൻ്റെ പപ്പി വേണം പറഞ്ഞിട്ട് കുറേ നാളായി എന്നെ വിളിക്കണം. അപ്പോൾ നമ്മളിന്ന് ഓഫർ ഇട്ടിട്ട് പപ്പീനെ കൊടുക്കുകയാണ് കേട്ടോ വച്ചാര. അപ്പോൾ നമ്മളിന്ന് ഫുഡ് കൊടുക്കാൻ പോവാണ്. അത് ചാറും വെള്ളവും എല്ലാം കൂടി ആയിരിക്കും ചോദിച്ചോ. നമ്മുടെ കുഞ്ഞൻ ഇന്ന് നമ്മുടെ കുഞ്ഞൻ വരുന്നില്ല കേട്ടോ എൻ്റെ കൂടെ. നാളെ സ്കൂൾ തുറക്കുകയാണ് കുഞ്ഞന്. അപ്പോൾ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ കൂടെ നമ്മുടെ കുഞ്ഞനാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ കുഞ്ഞൊന്നുമില്ല, നമ്മുടെ കൂടെ വരുന്നില്ല. നാളെ അവൻ്റെ സ്കൂൾ തുറക്കുകയാണ്. എത്രയിലേക്കാ ജയിച്ച്? അതുപോലും മറന്നോ നീ? കുട്ടിയത്തിന്റെ കൂടെ പട്ടിക്കത്തോടെ ചെയ്യാൻ കൂടിയിട്ട് ഇനി പഠിക്കാനായിട്ടായിരുന്നു. ഇനി എൻ്റെ കൂടെ വരരുത്. ഇന്ന് നീ വരരുത്. നാളെ സ്കൂൾ തുറക്കാനുള്ള കുട്ടിച്ച വരുമ്പോൾ വൈകുന്നേരം ആവും. അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ ആൾക്ക് ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടിച്ച പോയിട്ട് വരാട്ടാ. നമ്മുടെ വണ്ടിയൊക്കെ ഓക്കെ ഉണ്ട്. ഇനി ഇതിൽ കയറ്റുക, കൊണ്ടുപോവാ. അച്ഛന്മാരെ നമ്മള് യാത്രയായിട്ടോ. അപ്പൊ നമ്മുടെ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ഒരു കൂട്ടുകാരൻ, വീടിനടുത്തുള്ള ഒരു ഫ്രണ്ടാണ്. അപ്പൊ അവനെ വിളിച്ചിട്ട് വേണം നമുക്ക് പോവാം. വീഡിയോ എടുക്കാനൊക്കെ നമ്മുടെ കൂടെ ആളുവാണല്ലോ. അപ്പോൾ ഇന്ന് അവനാണ് എൻ്റെ കൂടെ വരുന്നത്. അവൻ്റെ പേര് അബി എന്നാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലെ നമ്മൾ തെരുവിലെ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് അവൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അവൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോണത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ അതേപോലെ മുന്നേ ഞാൻ നമ്മുടെ നാട്ടിലുള്ള മണ്ണാത്തിപ്പാറ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് ഈ പയ്യൻ്റെ വീടുള്ളത് കേട്ടോ. വീഡിയോ ഞാൻ കട്ട് ചെയ്യാതെയാണ് നമ്മുടെ ചാനലിലിടുക. അപ്പോൾ ഒഴിവ് സമയങ്ങളിലൊക്കെ ഉള്ള ആളുകൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമ്മുടെ ഇപ്പോൾ ഗൾഫിലുള്ള ആളുകളൊക്കെ നമുക്ക് പപ്പീനെ ബുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതേപോലെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഒഴിവ് സമയങ്ങളിലൊക്കെ ഇതേപോലെ സുജിത്തേൻ എൻ്റെ വീഡിയോ കാണാറുണ്ട്, ഇനി ഇതേപോലെ നല്ല നല്ല വീഡിയോസൊക്കെ എടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മൾ വിളിച്ച് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അധികം എനിക്ക് നമ്മുടെ വീഡിയോ അധികം ആളുകളൊന്നും കാണുന്നില്ലെങ്കിലും എല്ലാ ആളുകൾ കാണുന്ന ആളുകൾ നല്ല അഭിപ്രായമാണ് പറയാറുള്ളത്. മച്ചാമാരെ നമ്മൾ അവൻ്റെ വീട് എത്താറായിട്ടോ. ഈ വഴി നേരെ പോണതാണ് കേട്ടോ മണ്ണാത്തിപ്പാറ വെള്ളച്ചാട്ടം. വണ്ടി ഇവിടെ ഒതുക്കി നിർത്തണം. അപ്പോൾ നമുക്ക് മച്ചാമാരെ നമ്മളിവിടുന്ന് ഒരു പോമിനെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിൽ വന്നിട്ട് ചെറിയൊരു കുട്ടീനെ എടുത്തിട്ട് പോയതാണ്. അപ്പോൾ അവളേനി നമുക്കൊന്ന് കാണാം. അബിയേ, മൊത്തം നായക്കളാണല്ലോടാ, മൊത്തം നായക്കളാണല്ലോ. കടിക്കോ അത്? അല്ല അത് കടിക്കോ? വേണ്ട 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 സീന. അതല്ല അവനെവിടെ? ആ ആ ഇതാ കേട്ടോ നമ്മുടെ പപ്പി. ഒരു പോമിനെ ഇതാ നമ്മുടെ പോമിനെ കാണിക്ക്. ഒന്നുമില്ല, ഇവളാണ് കേട്ടോ. ഇവള് ഏറെക്കുറെ നമ്മൾ 2 മാസം മുന്നേ ഇതേപോലെ ക്രോസ് ചെയ്യിച്ചാണ്. പക്ഷെ റിസൾട്ട് ആയില്ലേ, പ്രസവിച്ചില്ല അവള്. ഇപ്പൊ ഞാൻ കൊടുത്തൊരു ഫീമെയിലാണ് കേട്ടോ. ഏറെക്കുറെ 2 വയസ്സായില്ലേ, 2 വയസ്സാകുമ്പോ കൊടുത്തൊരു ഫീമെയിൽ. പോവാ നമുക്ക്. പൊക്കോ, അകത്ത് കയറി പൊക്കോ. വിട്ടാക്കിയ സീന. അപ്പൊ മച്ചന്മാരെ നമ്മളിതാ വാണിയമ്പാറ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതുവരെയും നമുക്ക് പട്ടികളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ആര് ഇതേപോലെ മിണ്ടാപ്രാണികൾക്ക് തെരുവിലെ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോഴും കാലത്ത് ഒരു 8 മണിക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ഒരു 10 ആകുമ്പോഴേക്കും പട്ടികളൊക്കെ റോട്ടിലുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ച സമയത്ത് ഒറ്റ പട്ടികൾ നമ്മൾ പോണ സ്ഥലത്തൊന്നും കണ്ടുവെന്ന് വരില്ല. അപ്പോൾ പിന്നെ കാണാം 3 മണി തൊട്ടിട്ട് വൈകുന്നേരം 7 മണി 6 മണി ആ സമയത്തൊക്കെ വരെ കാണാം.
അപ്പോൾ ഈ ഉച്ച സമയത്ത് പരമാവധി പോവാതിരിക്കും. ഞാനിപ്പോൾ സമയം വന്നിട്ട് 1:48 ഈ സമയത്താണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും നമ്മളിന്ന് വൈകുന്നേരം വരെയും ഇവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നമ്മൾ വാണിയമ്പാറ എത്തിയിരിക്കുകയാണ് പച്ചവടി. ഇവിടുന്നാണ് നമ്മൾ പപ്പീസിനെ വിവിധ ജില്ലകളിലേക്ക് കയറ്റി വിടാറ്. പാലപ്പണിയൊന്നും റെഡി ആയിട്ടില്ലല്ലേ? കുറച്ച് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ മേടിക്കണം. പ്ലേറ്റ് കാര്യങ്ങളൊക്കെ നമ്മള് യാത്രയായിട്ടാ. അപ്പൊ നമ്മളിതാ ചുവന്ന മണ്ണ് എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മള് കൊറേ ദൂരം വന്നപ്പോഴേ 2 കുട്ടന്മാര് വണ്ടർ ഇടയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഫുഡ് കൊടുത്തിട്ട് തുടങ്ങി. എത്ര പട്ടികളുണ്ട് അവിടെ? 2. വണ്ടിയിലുള്ള ആള് കാര്യമുണ്ടല്ലോ. ഇതിന്റെ അടിയിലുണ്ട് ഒരാള്. ഇതിന്റെ അടിയില്ലേ? ഇതിന്റെ വണ്ടിയുടെ അടിയിൽ ഒരാളുണ്ട്, അതിന്റെ അടിയിൽ ഒരാളുണ്ട്. ഇതൊരെണ്ണം വന്നിട്ടുണ്ട്. ഇതേട്ടാ ഇതൊരാള് പേടിച്ചിട്ടേ കഴിച്ചാട്ടാ. പട്ടികൾക്ക് ഒരു പ്രത്യേകത, ഇവര് ഭക്ഷണം കഴിക്കുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ അപ്പം കടിക്കും. എല്ലാ പട്ടികളും ഒരേപോലെ ഇരിക്കില്ല, ചിലതൊക്കെ. അന്ന് കഴിച്ചാട്ടാ, അതേനെ വാ 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 വാ. അപ്പം മച്ചന്മാരെ, നമ്മളിതാ കാലത്ത് പാലക്കാട് നിന്ന് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഓരോ വഴിയോരത്തും കാണുന്ന മിണ്ടാപ്രാണികൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മച്ചന്മാരെ. അപ്പോൾ നമ്മളിതാ വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ ഇടുന്നത്, നിങ്ങളും ഇതേപോലെ മിണ്ടാപ്രാണികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ജീവിനെ കാണുമ്പോൾ കല്ലെറിയാനും അല്ലെങ്കിൽ അവരെ ആട്ടാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇതേപോലെ അപ്പോൾ അങ്ങനെ നമ്മൾ കല്ലെറിയുന്ന ആട്ടുന്ന പട്ടികൾ നമ്മളെ എവിടെ വെച്ച് കണ്ടാലും കടിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ തന്നെ ഭൂമിയിലെ രാജാക്കന്മാർ പറഞ്ഞ് നടക്കുമ്പോൾ നമുക്കിതൊന്നും നോക്കേണ്ട കാര്യമില്ല. പട്ടികളെയൊക്കെ നമുക്ക് കൊല്ലാം, അല്ലെങ്കിൽ തെരുവിൽ കിടക്കണം, എന്തിനും നമുക്ക് ചെയ്യാം. അതൊക്കെ നമുക്ക് തന്നെയാണ് ബാധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഭൂമിയിൽ ജീവിക്കാൻ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാവർക്കും ജീവിക്കാൻ തുല്യ അവകാശമാണ്. അപ്പോൾ നമ്മൾ തന്നെ ആധിപത്യം നോക്കിയിട്ട് നമ്മൾ ഇവരെയൊക്കെ കൊല്ലാനും കല്ലെറിയാനും നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ നമുക്കൊരു ദിവസം നമുക്ക് നേരെ തിരിഞ്ഞു വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും വീഡിയോസ് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടിട്ടെങ്കിലും
വഴിയിൽ കിടക്കണ പട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയട്ടെ എന്ന് ഞാൻ ദൈവത്തിനെ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. അപ്പോൾ നമ്മൾ അതിനിടയിൽ നമ്മുടെ സ്ഥിരമായി വീഡിയോ കാണുന്ന, അതായത് ഒരു വർഷത്തോളം ഈ ചേട്ടൻ്റെ മകൻ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പപ്പീനെ അന്വേഷിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അവന് ഒരു ഡാഷിൻ്റെ പപ്പി എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റി. അപ്പോൾ ഈ ചേട്ടൻ്റെ മോനാണ് നമ്മുടെ ബുക്കിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എൻ്റെ പപ്പ തൃശ്ശൂർ ടൗണിലേക്ക് വരും. അപ്പോൾ ചേട്ടൻ തെരുവിലെ പട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ പോവല്ലേ, അപ്പോൾ തൃശ്ശൂർ ടൗൺ എത്തുമ്പോൾ ഈ ഡോഗിനെ എൻ്റെ അച്ഛന് പപ്പയ്ക്ക് കൈമാറണം എന്നൊക്കെ പറഞ്ഞ് അവൻ എന്നെ വിളിച്ചു. അവൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ അവനെ ഇഷ്ടപ്പെട്ട ഡോഗിനെ എടുത്ത് തൃശ്ശൂർ ടൗണിൽ കൊണ്ടുപോയിട്ട് ഇവൻ്റെ പപ്പയ്ക്ക് ഇതിന് എന്തൊക്കെ ഫുഡ് കൊടുക്കണം, അതിൻ്റെ എല്ലാ A to Z കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇനിയും നല്ല നല്ല പപ്പീസൊക്കെ വരും. അപ്പോൾ മച്ചാമാരെ നമ്മുടെ എൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഡോഗിൻ്റെയും ഇതേപോലെ ഫുഡ് കൊടുക്കണ വീഡിയോസും കാര്യങ്ങളുമാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഇത്തരം വീഡിയോസ് ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതേപോലെ ഇനിയും നല്ല നല്ല ഇടിവെട്ട് പപ്പീസ് നമ്മുടെ ചാനലിൽ ഇടുന്നതാണ് കേട്ടോ മച്ചാമാരെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസയൊക്കെ ആവുന്ന സമയത്ത് നല്ല വീടൊക്കെ വെക്കുന്ന സമയത്ത്, ചുറ്റും അതിലൊക്കെ ഉള്ള വീടൊക്കെ വെക്കുന്ന സമയത്തും, അതേപോലെ വീട്ടിനകത്തും പുറത്തും വളർത്താൻ പറ്റാവുന്ന ഒരുവിധം എല്ലാ ബ്രീഡും നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ മച്ചാമാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമില്ല, ഈ മിണ്ടാപ്രാണികളെയൊക്കെ മേടിച്ച് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതേപോലെ നമ്മൾ തെരുവിൽ ഇതേപോലെ മിണ്ടാപ്രാണികൾ ഏതെങ്കിലും പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും വളർത്താൻ പറ്റാവുന്ന ആളുകൾക്ക് മേടിക്കാൻ വേണ്ടി അവരുടെയും വീഡിയോ എടുത്തിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ പല പട്ടികളും ഇതേപോലെ തെരുവിൽ കിടക്കുമ്പോൾ അതൊക്കെ നമ്മൾ ഫ്രീ അഡോപ്ഷൻ ആയിട്ടാണ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അറിയാലോ മച്ചാമാരെ, നമ്മൾ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ മേഖലകളിലും തൊഴിൽ ചെയ്യും. ഞാനും എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമുക്ക് എല്ലാം കഴിഞ്ഞു. എങ്ങനെയുണ്ട് പപ്പിനെ ഇഷ്ടപ്പെട്ടോ? ഇനി ഇതിന്റെ അപ്ഡേറ്റ്, അതായത് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു 5 മാസം 6 മാസം കഴിഞ്ഞ് എനിക്ക് അതിന്റെ വീഡിയോ എടുത്ത് അയച്ചു. അപ്പൊ അറിയാൻ പറ്റുമല്ലോ ക്വാളിറ്റിയും അതേപോലെ ഇതൊക്കെ. അപ്പൊ നല്ല രീതിയിൽ നോക്കുക, അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ ഒരു ബെൽറ്റുണ്ടായിരുന്നു, മറ്റേ മൂർഖൻ, വലിയ മൂർഖൻ. അവൻ കൂട്ടിൽ കയറി ഇവനെ കൊന്നു. ഈ ഡാഷിന്റെ പട്ടികളെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയോട് സമാന്തരമായിരിക്കും. ഇഴജന്തുക്കളെ എവിടെ ഉണ്ടെങ്കിലും ഇവര് മാറ്റും. നിങ്ങൾക്ക് അനുഭവം, നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന പറഞ്ഞ പാമ്പിനെ കൊന്നല്ലോ. അതായത് ഈ പാമ്പിനെ കൊല്ലാതെ അതായത് നമ്മള് പാമ്പിനെ കൊല്ലുക പറഞ്ഞാൽ അതും ഭൂമിയിലുള്ള ജീവിയാണ്. അത് നമ്മള് ജീവിക്കണ സ്ഥലത്ത് നമ്മുടെ വീട്ടില് കുഞ്ഞുങ്ങളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പാമ്പ് നമുക്ക് ചിലപ്പോൾ നമ്മൾ വീട് വെക്കുന്നതിന്റെ ഇടയിൽ ചിലപ്പോൾ അപ്പുറത്ത് മൊന്തയുണ്ടാവും, കാടുണ്ടാവും. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പാമ്പ് കയറി വന്നു കഴിഞ്ഞാൽ ഇവൻ തീർച്ചയായിട്ടും മണത്ത് കണ്ടുപിടിക്കും. അവർക്ക് അതാണ് ഈ ചെറിയ സൈസ് ബ്രീഡ് നമ്മുടെ ജീവൻ വരെ രക്ഷിക്കാൻ കഴിവുള്ള ബ്രീഡാണ്. അതാണ് പറഞ്ഞത്. ഇവനെ റിട്ടേൺ കടിച്ചൂലേ? അല്ല, ആദ്യം വലിച്ചു ആക്കി. അപ്പൊ ഭയങ്കര വലിപ്പുണ്ടായിരുന്നു. പകുതിയിലെ വെച്ച് കടിക്കാം പകുതി പാമ്പ് പുറത്താ, അവന്റെ തലര പാമ്പ് പുറത്താ. വളഞ്ഞ തലര കൊട്ടി. അവൻ 4-5 കഷ്ണായി. പാമ്പിനെ കൊന്നു. പാമ്പ് 4-5 കഷ്ണായി. അവന് കഴിയാനും പിടിക്കാനും പറ്റില്ല. 4 കഷ്ണം. അപ്പൊ അതിന്റെ പകരമാണ് ഇപ്പൊ നമ്മളെ ഈ കുട്ടനെ കൊണ്ടുപോകണേ അല്ലേ? അപ്പൊ കുഴപ്പമില്ല ചേട്ടാ, നേരെ നോക്കുക. എന്തുണ്ടെങ്കിലും ഏട്ടൻ എന്നെ വിളിക്കാം. ഓക്കെ ശരി. ഓക്കെ ശരി കേട്ടോ. മോന്റെ അടുത്ത് പറയും. ബാംഗ്ലൂരാണല്ലേ? അവിടുന്ന് വിളിച്ചില്ലേ? ഞാൻ അവ ഇവിടെ ഒരു കൊല്ലത്തോളായി അതെ, എന്റെ ചാനൽ വാച്ച് ചെയ്തോണ്ടിരിക്കണല്ലേ. അതല്ലേ? ഓക്കെ. ഒരു 10-55 പിള്ളേരുണ്ട്. അതല്ലേ? പറയുന്നുണ്ട്, അത് ഞാൻ പറയാം. ഓ ഓക്കെ. എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ ശരി. ശരി ഓക്കെ ശരി ഏട്ടാ. അപ്പോൾ അതേപോലെ മച്ചന്മാരെ നമ്മൾ ഇന്ന് ഈ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ പോമിൻ്റെ, അതായത് പോമ് ഫാദറും മദർ ഷെപ്പേഡും, അങ്ങനെ ഷെപ്പേഡിൻ്റെ ക്രോസ് പപ്പീസ് കിടപ്പുണ്ടായിരുന്നു. അതൊരു 5 പപ്പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു ദിവസം കൊണ്ട് എല്ലാ പപ്പീസും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ പപ്പീസ് ഇല്ല. അപ്പോൾ നമ്മൾ കൊടുത്ത പപ്പീസ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെപ്പേഡിൻ്റെ കളറ് കറക്റ്റ് ഷെപ്പേഡിൻ്റെ അതേ ക്വാളിറ്റി ഉള്ളൊരു ഫീമെയിൽ, ബാക്കിയെല്ലാം മെയിൽ പപ്പീസായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം നമ്മുടെ സ്വന്തം നാടായ ഇളനാട് പഴയന്നൂർ പഞ്ചായത്തിൽ നമ്മളൊരു പയ്യന് നമ്മുടെ പഴയന്നൂർ ടൗണിൽ വന്നിട്ട് ഒരു പപ്പീനെ അന്നത്തെ ദിവസം രാത്രി തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഇത്തരം പപ്പീസൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഇതാണ് കേട്ടോ മദർ ഡോഗ്. അത്യാവശ്യം നല്ല കൊരയും കാര്യങ്ങളാണ്. ഷെപ്പേഡാണ്. ഷെപ്പേഡിൻ്റെ കുട്ടികൾ ഈ അപ്പുറത്ത് കാണുന്ന ക്രോസ്, അതായത് ഇവൻ്റെ ഫാദർ ഇപ്പുറത്ത് കാണുന്നതാണ്. അപ്പോൾ ഇവൻ്റെ കുട്ടി, ഇവൻ ക്രോസ് ചെയ്ത പപ്പീസാണ് ഇപ്പോൾ ഈ കൂട്ടിൽ കിടക്കുന്നത് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള പപ്പീസാണ്. മെയിലും ഫീമെയിലും എല്ലാം ഉണ്ട്. വൈറ്റിൽ ബ്ലാക്ക്, ഇതെല്ലാ പപ്പീസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഞാൻ കൊടുത്തു. നല്ലൊരു, അതായത് അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോസ് പപ്പി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കുറയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ വീട് കാവലിന് മാത്രമാണ്. അല്ലാണ്ട് ബ്രീഡ് ചെയ്ച്ച് ബിസിനസ്സിനായിട്ട് കൊണ്ടുപോകുന്ന ആളുകളൊന്നല്ല. ഇത് വളർത്താൻ, നല്ല രീതിയിൽ വളർത്താനായിട്ടാണ് കേട്ടോ. ഇന്നലെ വിളിച്ച് ബുക്ക് ചെയ്താ, വിളിച്ചിട്ട് ചേച്ചറിന്റെ നമ്പർ ഞാൻ തരാം. എടാ തണുപ്പുള്ള സ്ഥലത്ത് വെക്കണം കേട്ടോ. തണുപ്പുള്ള സ്ഥലത്ത് വെക്കണം. അതാണ് നല്ലത്. അപ്പൊ പപ്പീനെ നല്ല തണുപ്പുള്ള സ്ഥലത്താണ്. നമുക്ക് ക്ലൈമറ്റ് കുറച്ച് ചൂടുണ്ട്. അപ്പൊ മച്ചാൻ നമ്മളിതാ കുതിരാൻ തുരങ്കത്തിന്റെ അവിടെ വന്നിട്ടാണ് കേട്ടോ പപ്പീനെ കൊടുക്കുന്നത്. ഒരു കുഴപ്പമില്ല വെച്ചോ. മാറിപ്പോണ്ടാട്ടോ അങ്ങോട്ട് ഇങ്ങോട്ട്. നമ്പർ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ മച്ചന്മാരെ ഞാൻ നമ്പർ കാര്യങ്ങളും കൊടുത്താൽ നമ്മൾ ഇവിടുന്ന് പോവും. അപ്പോൾ ഈ ഫാമിലി കറക്റ്റായിട്ട് മേടിച്ചോളൂ. നമ്പർ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അവരവിടെ എത്രയായിട്ട് മുന്നേ ഒരു 1.5 മണിക്കൂർ മുന്നേ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മച്ചന്മാരെ നമുക്ക് എറണാകുളത്തല്ലേ വീട് പറഞ്ഞേ? കൊടുങ്ങല്ലൂര് അപ്പുറം പാവക്കാട്, എറണാകുളം ജില്ല. കൊടുങ്ങല്ലൂര് അപ്പുറമാണ്. വാവക്കാട് നിന്നാണ് ഒരു ചേട്ടൻ വന്നിരിക്കുന്നത് കേട്ടോ. ചേട്ടൻ മോനും കൂടി വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഷെപ്പേഡിന്റെ എങ്ങനെ സ്ഥിരം വീഡിയോ കാണാനല്ലേ. അപ്പൊ ഷെപ്പേഡിന്റെ ഫീമെയിൽ പപ്പിയാണ് കേട്ടോ. ഷെപ്പേഡ് ക്രോസ് ബ്രീഡ്. പാല് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വീട്ടിൽ ചേട്ട് കൊടുത്തത് എന്തൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ട്? ആരും മേടിക്കണേ? ഇത് കാണിക്കും, പപ്പീനൊന്ന് കാണിക്കും. അപ്പൊ ആരാ നമ്മുടെ ചാനൽ ആരാ സ്ഥിരമായി കാണുന്നത്? മോനാണോ? എന്താ പേരെന്താ? ആഷിത. എത്രയല്ല പഠിക്കണേ? +1. അപ്പൊ ഇന്ന് ക്ലാസ്സിൽ ഇന്ന് പോയില്ലേ? അപ്പൊ അതെ. അപ്പൊ ചേട്ടാ എങ്ങനെ പപ്പി ഇഷ്ടമായോ? കുറച്ചും കൂടി വലുതായി. ഇപ്പൊ തീരെ ഇന്നൊക്കെ എത്ര ദിവസമായി എന്നറിയോ? കറക്റ്റ് 28 ദിവസമോ അങ്ങനെ എന്തായിട്ടായിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റ് 2 ദിവസം. ഇപ്പോൾ ഭക്ഷണമൊക്കെ ഒറ്റയ്ക്ക് കഴിച്ചോളും, ഫുഡൊക്കെ ഒറ്റയ്ക്ക് കഴിക്കും. അതേപോലെ വിരമരുന്ന് കൊടുക്കുക, അത് കഴിഞ്ഞ് വാക്സിനേഷൻ. അപ്പോൾ ഫോട്ടോ എടുത്തു. പപ്പിയുടെ ഫോട്ടോയോ? എൻ്റെ ഫോട്ടോ എടുക്കാനാ? ഓക്കെ ശരി കേട്ടോ. ശരി കേട്ടോ, കാണാം. ഉണ്ണി ശരി കേട്ടോ, നോക്കി പോകട്ടോ. ആണല്ലേ? ശരി, ഞാൻ വിളിക്കാം. അത് കളറ് ചേഞ്ചാ. അതെ, ഇതിൽ ഏറ്റവും കൂടുതൽ ഷെപ്പേഡിന്റെ ക്വാളിറ്റി ഇട്ടതാ. അതായത് ഒരു ഏത് ബ്രീഡാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് മദർ ഡോഗ് ഏതാണ്, അതായത് ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലൊരു ഷെപ്പേഡ് ഉണ്ട്, അതിനെ നാടൻപട്ടി ചവിട്ടി, നാടൻപട്ടി ക്രോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഷെപ്പേഡിന്റെ ക്രോസ് പപ്പി എന്നാ പറയുക. മറിച്ച് നാടൻപട്ടി പെണ്ണാണ്, ഷെപ്പേഡ് മെയിൽ ആണാണ്. അപ്പൊ നമ്മൾ ആ ഷെപ്പേഡ് നമ്മൾ നാടൻപട്ടീനെ ചവിട്ടിട്ട് അതിലുണ്ടായ കുട്ടികളുണ്ടെങ്കിലും നമ്മൾ പറയുക നാടൻ ക്രോസ് പപ്പി എന്നാ പറയുക. ഏത് ബ്രീഡിലും മദറിന്റെ 80% പപ്പീസ് വീഴുക മദറിന്റെയാണ്, 20% വീഴുള്ളൂ മെയിലിന്റെ. അത് മനസ്സിലാക്കുക. നമ്മൾ ഏത് ബ്രീഡ്, അതല്ല നമ്മൾ ബ്രീഡ് നോക്കുമ്പോൾ ഫാദറിന്റെ ഫോട്ടോ അയച്ചിട്ട് ഒരിക്കലും പപ്പീസിനെ സെലക്ട് ചെയ്യരുത്. മദർ എങ്ങനെയുണ്ടോ ക്വാളിറ്റി അതാണ് നോക്കേണ്ടത്, പിന്നെ ഫാദറിന്റെ ക്വാളിറ്റിയും കൂടി നോക്കുക. അപ്പോൾ 2 ലൈനേജ് നോക്കിയിട്ടാണ് പപ്പീനെ എടുക്കുക. അപ്പോൾ കൂടുതൽ 80% നമ്മൾ നോക്കിയെടുക്കുമ്പോൾ മദർ ഡോഗിന്റെ ലൈനേജാണ് നോക്കുക. മദർ ഡോഗിന്റെ എങ്ങനെയാണോ ക്വാളിറ്റി അതിനനുസരിച്ചിട്ടാണ് പപ്പീസും വരിക, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഷെപ്പേഡാണ് മദർ, ഇതിന്റെ ഫാദർ വന്നിട്ട് പൊമേറിയനാണ്. അപ്പോൾ നമുക്ക് ഷെപ്പേഡ് ക്രോസ് പപ്പി എന്ന് പറയാൻ പറ്റില്ല, ഒറിജിനൽ ബ്രീഡല്ല. ഷെപ്പേഡ് ഒറിജിനൽ ബ്രീഡല്ല,
ക്രോസ് പപ്പിയാണ്. അപ്പോൾ അത് ഓർക്കുക. ഇനിയിപ്പോൾ ഷെപ്പേഡ് ഒറിജിനൽ ബ്രീഡ് അല്ല, നമുക്ക് അനുസരിച്ച് റേറ്റ് അല്ലേ ഉള്ളൂ കേട്ടോ. വലിപ്പം 80% ഷെപ്പേഡിന്റെ ഇതിലേക്ക് വരും. അതായത് മദർ ഡോഗിന്റെ ഒരു ഇത് വരും, അല്ലാണ്ട് പോമിന്റെ മദർ ഡോഗ്. മറിച്ച് ജർമ്മൻ ഷെപ്പേഡാണ് പോമിനെ ചവിട്ടിന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാവണ കുട്ടികൾ ചിലപ്പോൾ വലിപ്പം ഉണ്ടാവണം എന്നില്ല. അതാണ് കേട്ടാ. ശരി ആ ഒരാൾ പോയപ്പോ കരച്ചിൽ തുടങ്ങി. അപ്പോൾ നമ്മൾ യാത്രയാവുകയാണ് മച്ചന്മാരെ. അപ്പോൾ മച്ചന്മാരെ നമുക്ക് ഷെപ്പേഡിന് നല്ല സൂപ്പർ ക്വാളിറ്റി പപ്പീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം 4 വർഷം മുന്നേ 4 വർഷം മുന്നേ ഞാൻ ഇതേപോലെ ഒരു കുട്ടീനെ ഈ ചേച്ചിക്ക് കൊടുത്തതാണ്. അപ്പോൾ നല്ല രീതിയിൽ നോക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല തള്ളക്കൊക്കെ നല്ലോണം പാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കുട്ടികൾ പ്രസവിച്ചിട്ട് അവൾക്ക് ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്ര നന്നായി നോക്കണ ഒരു ചേച്ചിയാണ്. അപ്പൊ നമുക്ക് നല്ല പപ്പീസ്, അതിലൊരു പപ്പീനെ എടുക്കുക ചേച്ചി, കാണിച്ചു തരാട്ടാ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസാണ് എല്ലാം. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ഫാമിലി മേടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. പട്ടാമ്പി സൈഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. എവിടെ സ്ഥലം എവിടെയാ? കൊല്ലത്തോ? കൊല്ലത്താണ് വീട്. അപ്പൊ പട്ടാമ്പിയാണ് പറഞ്ഞത്. ചേട്ടൻ്റെ വീട് കൊല്ലത്താണ്. അപ്പോൾ അവിടുന്നാണ് ഇപ്പൊ നമുക്ക് തൃശ്ശൂര് നമ്മുടെ നാട്ടിലോട്ട് പപ്പീനെ എടുക്കാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോ മെയിൽ പപ്പിയാണ് ഇപ്പൊ ഇവര് എടുക്കുന്നത്. എല്ലാം ഒരേ ക്വാളിറ്റി ഉള്ള പപ്പീസാണ്. അപ്പോ കൊല്ലത്തുനിന്ന് വന്നിരിക്കുകയാണ് അച്ഛന്മാരെ. നമ്മുടെ ചാനൽ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്ന ഒരു ചേട്ടനാണ് കേട്ടോ. അപ്പൊ കണ്ടു. എൻ്റെ അടുത്ത് ഒരു ഏകദേശം എത്ര ദിവസമായി നമ്മൾ ബുക്ക് ചെയ്തിട്ട്? ഏറെക്കുറെ ഒരാഴ്ച ഉണ്ടാവും ഇല്ലേ? അടുത്തായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബുക്ക് ചെയ്താണ്. അപ്പൊ നമുക്ക് ആ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇവര് പാലുകൂടി ശരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഏറെക്കുറെ ഇപ്പൊ പാലുകൂടി ടൈമൊക്കെ ഇതായി. അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാലേ അമ്മക്ക് മുന്നേ ഒരു ഡോഗിനെ അല്ലേ, മുന്നേ ഒരു ഡോഗ് ഉണ്ടായിരുന്നു. അത് 10-13 വയസ്സോ അല്ലേ? ഏറെക്കുറെ വയസ്സായപ്പോ അത് ഡെത്തായി. അപ്പൊ അമ്മക്ക് ഡോഗ് ഇല്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് പെട്ടെന്ന് തന്നെ ഡോഗ് വേണം. ഇനിയിപ്പോ ഒരു 4 ദിവസം കഴിഞ്ഞാലാണ്, 4-5 ദിവസം കഴിഞ്ഞാൽ ഏറെക്കുറെ പാലുകൂടിയൊക്കെ ശരിക്കും പറ്റും. അപ്പോഴാണ് എടുക്കുക. അപ്പൊ അവർക്ക് ഇപ്പൊ പെട്ടെന്ന് തന്നെ വേണം എന്ന് പറഞ്ഞപ്പോ നമ്മള് ഇപ്പൊ പപ്പീനെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഒരു മെയിൽ പപ്പിയാണ് ഇപ്പൊ എടുക്കുന്നത്. മെയിൽ തന്നെ ഒന്നും ചെയ്യില്ല. അത് പപ്പി കുട്ടീനെ കൊണ്ടുപോണേന് വിഷമം തോന്നുന്നുണ്ട്. എന്തരീ ഏതാ കൂടെ അടക്കട്ടെ? ഞാൻ കുട്ടീനെ തൊടാൻ പോയപ്പോഴാണോ? അപ്പോ മച്ചന്മാരെ, അപ്പൊ അതിലത്തെ ഏറ്റവും നല്ല ഒരു കുട്ടീനെ എടുത്തിരിക്കുകയാണ് കേട്ടോ മച്ചന്മാരെ. എല്ലാം ഒരേപോലുള്ള പപ്പീസാണ് കേട്ടോ. എല്ലാം ഒന്നിനൊന്നും മെച്ചുള്ള പപ്പീസാണ്. അപ്പോൾ ദാ നല്ലൊരു ക്വാളിറ്റിയുള്ള പപ്പീസ്. ഇനിയിപ്പോൾ കൊല്ലത്തേക്കാണ് പോവുക കേട്ടോ. ഇപ്പോൾ കൊല്ലത്തുള്ള ഫാമിലിയാണ്. അപ്പോൾ ദാ നമ്മൾ ചേട്ടന് കൈമാറുകയാണ്. അപ്പോൾ ചേട്ടാ എങ്ങനെയാണ് എന്നെ പരിചയപ്പെട്ട്? അപ്പോൾ എങ്ങനെ പപ്പീനെ അല്ല 2 വാക്ക് പറഞ്ഞോ? അതായത് പപ്പീനെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയാണ്? അടിപൊളി പപ്പി കേട്ടോ. അപ്പൊ എന്നെ എത്ര നാളായി നമ്മള് പരിചയപ്പെട്ടിട്ട്? ചേട്ടന്റെ വീഡിയോ ഞാനിപ്പോ 1 മാസമായി കാണുന്നുണ്ട്. കാണുന്നുണ്ട്. അപ്പൊ പിന്നെ അടുത്ത് മറ്റേ ഷോർട്സിനകത്തൊക്കെ മറ്റേ ജർമ്മൻ ഷെപ്പിനെ പറ്റി ഇങ്ങനെ ഇടാൻ തുടങ്ങിയപ്പോ അങ്ങനെ ചേട്ടൻ ഷോർട്സ് ഇടാൻ തുടങ്ങിയപ്പോ അങ്ങനെ അത് കണ്ടിട്ടാണ് ചേട്ടനെ വിളിക്കുന്നത്. ഞാൻ പട്ടി വാങ്ങിയത് തന്നെ ചേട്ടൻ കാരണം. അപ്പോൾ നേരെ നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക. എന്തൊക്കെ ഫുഡ് കൊടുക്കണം, അതിനുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ വിളിച്ചോളൂ. അപ്പോൾ ഞാൻ എല്ലാ കാര്യവും സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ എന്തൊക്കെ ഫുഡ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളും ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ള ഡേറ്റ് കാര്യങ്ങൾ നോക്കിയിട്ട് ഇപ്പോൾ അതിനുള്ള വിരമരുന്ന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത വിരമരുന്ന് കൊടുക്കുന്ന ഡേറ്റിൽ കറക്റ്റ് വിരമരുന്ന് കൊടുക്കുക, കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ. ഫീമെയിൽ പപ്പിയാണ് കേട്ടോ മച്ചവരെ. അപ്പോൾ നമ്മളിത് ട്രാൻസ്പോർട്ട്
വീഡിയോ സ്ഥിരമായി കാണുന്ന ഒരു ചേച്ചിക്കാണ് ഇപ്പോൾ നമ്മൾ ഈ പപ്പിനെ ക്യൂട്ടായിട്ടുള്ള ഒരു ഫീമെയിൽ പപ്പിനെ കൊടുക്കുന്നുണ്ട് മച്ചാമരെ. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ക്വാളിറ്റി ഒരു പപ്പി തന്നെയാണ്. ഏറെക്കുറെ 32 ദിവസം പ്രായമായിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതാ അവർ കൊട്ട വേണമെന്ന് പറഞ്ഞപ്പോൾ കൊട്ടയൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഡെലിവറി ചെയ്യണം. ഇത് നമ്മൾ നല്ലൊരു മാധവന് മന്ദിരമാണ് കേട്ടോ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആശാന് കൈമാറുകയാണ്. ആശാന് ഞാൻ കേട്ടോ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ തരാം. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ കൂടെ ശരി. അപ്പോൾ നമ്മുടെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന നമ്മുടെ പപ്പി യാത്രയായിട്ടാ. നമുക്ക് ഓരോ പപ്പി പോകുമ്പോഴും നമ്മുടെ മണം കിട്ടിയിട്ടുള്ള നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ടുള്ള വിവിധ ജില്ലകളിലേക്ക് നമുക്ക് പോകാന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇനിയുള്ള കാലം തിരുവനന്തപുരത്തുള്ള താമസമായിരിക്കും. അപ്പോൾ മച്ചാമാരെ നമ്മുടെ പപ്പി യാത്രയായിട്ടാ തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഇളനാട്ടിൽ നിന്നും നമ്മുടെ പപ്പി തിരുവനന്തപുരത്തിലേക്കൊരു യാത്ര. അപ്പോൾ നമുക്കും പോവാം.